അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വീഡിയോ കൂട്ടക്കാർക്കും കുടുംബക്കാർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നും കുടുക്കി തന്നെയാണ് ചായ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ 2 ദിവസം ഇപ്പോൾ ഏതായാലും കുടുക്കി തന്നെ വെച്ചിട്ടോ. ഇനിയിപ്പോൾ നമ്മളെപ്പാക്ക് ഒരു പൊറുതിയേട് വേണ്ട, എന്നും ഈ പാത്രം തന്നെ വാലില്ല പാത്രം കണ്ട് അപ്പോൾ വാലില്ല പാത്രത്തിലായാലും എന്താണെന്ന് പറയുക, നമ്മൾ ആ ചായ കണക്കേക്കാരം നമ്മൾ 4-5 ആൾക്ക് നല്ല കണക്കാണ്. അതുകൊണ്ടാണ് ആ വാലില്ല പാത്രത്തിൽ വെക്കുന്നത്. കുടുക്കിയിലാവുമ്പോൾ കുറച്ച് കൂടുതൽ കഴിക്കാരം. പിന്നെ ചായ ആച്ചി വെച്ചാൽ പിന്നെ ആർക്കും മാണ്ടിയും വരില്ല. ഒക്കെ ഓരോ ഗ്ലാസ്സും കുടിച്ചിക്കാണ്ട് അങ്ങനെ നിർത്തണതല്ലേ. അതുകൊണ്ടാണ് നമ്മൾ വാലില്ല പാത്രത്തിൽ വെക്കണത് കേട്ടോ. ഏതായാലും 2 ദിവസം വെച്ചില്ല. ഇനിയിപ്പോൾ നമ്മൾ മറ്റേ പാത്രത്തിൽ തന്നെ വെക്കണം. വാലില്ല പാത്രത്തിൽ തന്നെ ഇനി ചായയൊക്കെ വെക്കണം. ഏതായാലും അങ്ങനെ കുടുക്കിയിലൊക്കെ ചായ വെച്ചിക്കണേ. പിന്നെ നമുക്ക് കടി ഉണ്ടാക്കണം. ഇപ്പോൾ ഇന്ന് പൂരിയാണ് കേട്ടോ. അപ്പോൾ പൂരിയൊക്കെ ഞാൻ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചീച്ച വെള്ളം പാർന്ന് കാണ്ട് അങ്ങനെ കുഴക്കണം കേട്ടോ. ഈ പൂരി ആയാൽ പച്ചവെള്ളമാണ് പാർന്ന് കൊടുക്കേണ്ടത്. ഇത് ഞാൻ ഗോതമ്പ് പൊടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം വെള്ളമൊക്കെ ഏറി കഴിഞ്ഞാണ്ടല്ലോ പിന്നെ പൊടി ഇട്ട് കഴിഞ്ഞാണ്ട് പിന്നെയും ടൈറ്റാക്കി എടുക്കുമ്പോഴത്തേന് നമ്മൾ പൊരിച്ചുമ്പോൾ ഉണ്ടല്ലോ പാരാൻ കുറച്ച് തോനെ പാരണം വെള്ളം, എന്നെങ്കിലേ പൊരിഞ്ഞിട്ടുള്ളൂ. നമ്മളെ ഓയിൽ പാരുന്ന കാര്യം കേട്ടോ നമ്മളീ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഏതായാലും ഒരു കുറച്ച് പൂരി ഉണ്ടാക്കണുള്ളൂ. നമ്മളെ വലിയമല്ല, ഓൻ്റെ ചെങ്ങായിമാരപ്പോൾ ഊട്ടിക്ക് ടൂർ വയ്ക്കണം. അപ്പോൾ ഞങ്ങൾ 3-4 ആൾക്കാരല്ലേ ഉള്ളൂ. അപ്പോൾ അതിന് കണ്ട് മാത്രം ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ എന്താട്ടി കുറച്ച് പൂരിയൊക്കെ ഉണ്ടാക്കിക്കാണ്ട് നമ്മളിങ്ങനെ ഇന്ന് പുതിയാപ്പിള കാക്കാണെങ്കിൽ ഒരു കുടിരിക്കലും ഉണ്ട് അയൽവക്കത്ത്. പിന്നെ നമ്മളെ വലിയവനും ഇല്ല. പിന്നെ അപ്പം ഞാനും 2 മക്കളല്ലേ ഉള്ളൂ. അപ്പം ഇങ്ങനെ നേരം വെളുത്തപ്പം ഇങ്ങനെ ആലോചിച്ച് എലിയെങ്കിലൊക്കെ ഇപ്പോൾ ഒന്ന് പോയാലോ എന്ന്. ഇനിയിപ്പോൾ സ്കൂൾ പറഞ്ഞപ്പോൾ എലിയും പോകാനൊന്നും കൂടൂല. അപ്പോൾ ആദ്യം ഇങ്ങനെ വിചാരിച്ച് കുടിയിലറ്റൊന്ന് പോകാം രാവിലെ. പിന്നെ ഞാൻ ഇങ്ങനെ വിചാരിച്ച് കുടിയിൽ പോയിട്ട് പിന്നെ ഇങ്ങോട്ട് പോരാ വൈകുന്നേരം ആകുമ്പോൾ തന്നെ. അപ്പോൾ നമ്മളെ പുതിയാപ്പിള കാക്കാനോട് ചോദിച്ച് ഞാൻ, നിങ്ങൾ വരുമോ കൊണ്ടുവരാൻ? അപ്പോൾ പറഞ്ഞിച്ചു കൂടൂല, കുറേ സാധനം കൊടുക്കാനുണ്ടാവും പറഞ്ഞു. പിന്നെ അപ്പോൾ 100 ഉറുപ്പ്യ എടുത്തുകാണ്ട് നമ്മൾ പോയിക്കാണ്ട് പിന്നെ 100 ഉറുപ്പ്യ കൊടുക്കാറുള്ള ബസ്സൂലി കേട്ടോ പറഞ്ഞത്. കുറച്ച് നേരം നിൽക്കാഞ്ഞ് കൂടൂലെങ്കിൽ പിന്നെ ഇപ്പോൾ നമ്മൾ പോയിട്ടെത്താ കാര്യം. അപ്പം ഞാൻ എന്താട്ടി ആൾക്കുള്ള റൂട്ടാണ്ട് മാറ്റി വെച്ച് കുടിയേക്ക് ഇനി പിന്നെ എപ്പോഴേലും പോകാമെന്ന് വിചാരിച്ചിട്ടേ നമ്മളെന്താട്ടി നമ്മൾ അമ്മോൻ്റെ ഒട്ടിൻ്റെ കുടിരിക്കലുണ്ടായിനി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ചയക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആ കുടിരിക്കലിന് പോയിട്ടില്ലേനി. അപ്പോൾ ആ പേരെയും കൂടി ഒന്ന് കാണാൻ പോകണം കരുതിയിട്ട് കുറേ ദിവസം അയക്കണം കേട്ടോ മക്കളെ. 2 മാസം സ്കൂൾ പൂട്ടി. ആ 2 മാസവും പോകാനാണ് കൂടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഏതായാലും ഇപ്പം ഇനി അന്ന് പോകാം, ഇനിയിപ്പോൾ എന്നാണ് പോകാമെന്നൊക്കെ കരുതിക്കാണ്ട് അങ്ങനെ നിൽക്കേനി. അതിൻ്റെ ഇടയിൽ നമ്മളെന്താട്ടി ഞാൻ എല്ലാവർക്കൊക്കെ ഒന്ന് വിളിച്ചുകാണ്ട് സെറ്റാക്കി എടുക്കുക പോക്ക് എത്തിക്കാണ്ട്. ഞാൻ എന്താട്ടി നമ്മളെ കുഞ്ഞാമാർക്കും അനുസത്യാക്കും കുടിക്കൊക്കെ വിളിച്ചുകാണ്ട് ഞാൻ ഓരോടൊക്കെ ചോദിച്ച് ഞമ്മക്ക് ഇങ്ങനെ ചിഞ്ചുവിൻ്റെ പേരാണാൻ പോയാലൊന്ന് കാരണം. അപ്പോൾ ഏതായാലും ഓരോന്ന് ആയിക്കോട്ടെ കാരണം. അപ്പോൾ ഏതായാലും എന്നാൽ നമുക്ക് പോകാൻ അറിഞ്ഞുകാണ്ട് ഒക്കെ സെറ്റാക്കി നിന്നീനി. അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം പോകാഞ്ഞത് ഒരാൾക്ക് കൂടുമ്പോൾ ഒരാൾക്ക് കൂടൂല. ഇച്ച് കൂടുമ്പോൾ അനുസത്തിക്ക് കൂടൂല, അനുസത്തിക്ക് കൂടുമ്പോൾ ഇച്ച് കൂടൂല. ഞങ്ങൾക്ക് 2 കൂടുമ്പോൾ ചിലപ്പോൾ കുഞ്ഞാമാർക്ക് കൂടൂല, കുഞ്ഞാമാർക്ക് കൂടുമ്പോൾ ഉമ്മ കൂടൂല. അങ്ങനെ ആയിട്ട് പോക്കാണ് നീണ്ടതാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഇന്നിപ്പോൾ ഇന്നാണ് പോകാമെന്നൊക്കെ കരുതിക്കാണ്ട് നമ്മൾ എല്ലാവർക്കും വിളിച്ച് സെറ്റാക്കിയപ്പോൾ ആർക്കും ഒരു കുഴപ്പമില്ല, എല്ലാവർക്കും പോകാൻ റെഡിയാണ്. അതിൽ ഞാൻ എന്താട്ടി അതിൽ ഇങ്ങോട്ട് കുഞ്ഞാൻ പറഞ്ഞു, ഇജ്ജ് ഏതായാലും എന്നാൽ ചിഞ്ചുവിനെ വിളിച്ച് ചോദിച്ചു നോക്ക് ഓക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടോയെന്ന്. അതിൽ ഞാൻ ഏതായാലും ഓക്ക് ഫോൺ വിളിച്ച് സെലാനൊക്കെ പറഞ്ഞ് ഓക്ക് സെലാനൊക്കെ പറഞ്ഞ് ഞാൻ ഓളോട് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചോദിച്ചു എത്തപ്പോൾ പരിപാടി ചോദിച്ചു. പരിപാടി ഇപ്പോഴത്തെ ഒരു കല്യാണത്തിന് പോകാൻ ഒരുങ്ങാണ് കാരണം. എങ്ങനെയുണ്ട് 2 മാസം സ്കൂൾ കൂട്ടിയിട്ടേ ഇപ്പോഴാണ് പോകാൻ ഒരുങ്ങിയത്. അതിൽ പറഞ്ഞാൽ ആരുടെ കല്യാണം ചോദിച്ചു. ഇനിയിപ്പോൾ അയലൊക്കത്തൊക്കെ ആണെച്ചെങ്കിൽ ഓൾ കല്യാണത്തിന് പോയിക്കാണ്ട് വരുവോളം നമുക്ക് ഓളെ പെരയിൽ കുത്തിർക്കാലോ എന്ന് എഴുതിയിട്ട് നമ്മൾ ചോദിച്ചത്. അപ്പോൾ ഓൾ പറഞ്ഞു മോങ്ങത്താണ് കല്യാണം, ഓളെ പുതിയാപ്പാളിൻ്റെ ചെങ്ങായിൻ്റെ കുട്ടിൻ്റെ കല്യാണം, അതിന് പോകാതെക്കാൻ പറ്റൂല എന്തേ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നുമില്ല, ഞങ്ങൾ വരണം കരുതിനി കാരണം. അടച്ച തമ്പുരാനെ ഓളെ തൊള്ളയില്ലത് നമ്മൾ മുഴുവനൂനും കേട്ട്. ഇത്രയും ദിവസം ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഇപ്പോഴാണ് വരാണ്ടായത്, ഇത്രയും ദിവസം 2 മാസം സ്കൂൾ കൂട്ടിയില്ലേ, എന്നിട്ട് ഇപ്പോഴാണ് വരുന്നത്. അങ്ങനെ എങ്ങനെയാണ് 37 ഇങ്ങോട്ട് മയച്ചൽ തുടങ്ങി.
ഏതായാലും നമ്മളങ്ങോട്ട് കേട്ട് നിന്ന് അല്ല അപ്പം എത്താപ്പോൾ പറയണത് അത് കേൾക്കല്ലാതെ വജില്ലല്ലോ. അതിലേതായാലും ഞാൻ പറഞ്ഞു ഇജ്ജ് പോയിക്കോ, ഞങ്ങൾ പിന്നെ ഒരു ദിവസം വരേണ്ടി ആയിരുന്നു. അതിലോട് പറഞ്ഞു ഇനിയിപ്പോൾ ചെറിയ സമാധാനം ഉണ്ടാവില്ല പോകാൻ, അങ്ങനെ എങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇജ്ജൊരു സമാധാനക്കേടും വേണ്ട, ഇനി ഞങ്ങൾ വേറെ ഒരു ദിവസം വരാറിന് നിന്ന്. പിന്നപ്പോൾ നമ്മളിപ്പോൾ മിന്നൂട്ടിനോടും സാനൂട്ടിനോടൊക്കെ പറഞ്ഞും ചെയ്ത് നമുക്കൊരു ബൈക്ക് പോകണമെന്ന് പറഞ്ഞും ചെയ്ത് ഇനി മദ്രസ പോയപ്പോഴേ. അതിൽ പിന്നെ ഏതായാലും നമ്മളെന്താട്ടി കുഞ്ഞാമാർക്കൊക്കെ വിളിച്ച് പറഞ്ഞ് ഇല്ല കേട്ടോ, ആ റൂട്ടിൽ നിന്ന് വേണ്ട, റൂട്ടൊക്കെ നമുക്ക് വേറെ ഒരു ദിവസം ആക്കാറിന്. അപ്പോൾ എന്ത് ചോദിച്ചാൽ പറഞ്ഞ് ഓക്ക് കല്യാണം ഉണ്ടോല്ലോ അന്ന് പറഞ്ഞ്. അതിൽ പറഞ്ഞു നന്നായി, എന്നാൽ ഇത്രയും ദിവസം ഉണ്ടായിട്ട് ഇപ്പോഴാണ് അപ്പോൾ പോകാൻ ഒരുങ്ങിയത്, ഇന്നിപ്പോൾ എല്ലാവർക്കും ഒരുങ്ങിയപ്പോൾ നോക്കും പറ്റാതെയായി, ഇനിയിപ്പോൾ എന്താ കാട്ടുക അങ്ങനെ എങ്ങനെയാന്നൊക്കെ അപ്പോൾ കുഞ്ഞാമാരും പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമല്ല, സാരല്ല, ഇനിയിപ്പോൾ നമുക്ക് വേറെ ഒരു ദിവസം പോകാറുണ്ട്, ആയിക്കോട്ടെ എന്നും പറഞ്ഞ് നിന്ന്. അതിലേതായാലും നമ്മളിപ്പം എന്താ കാട്ടിയത് നിന്ന്. അപ്പം മിന്നൂട്ടിനോടും സാനൂട്ടിനോടും പറഞ്ഞും ചെയ്തല്ലോ വലിയ പോകാമെന്നുള്ളത്. ഇന്നപ്പം ഇന്ന് ചോറൊന്നും വേണ്ടേനും, നമ്മൾ പുതിയാപ്പിള കാക്ക കുടിരിക്കലുണ്ട് പറഞ്ഞില്ലേ. അപ്പോൾ പിന്നെ ചോറൊന്നും വെക്കും വേണ്ട, വലിയവനും ഇല്ല. പിന്നെ അപ്പം അങ്ങനെ പോകാമെന്നൊക്കെ നമ്മൾ വിചാരിച്ചിനിയത്. അതിലേതായാലും നിന്നപ്പം ഇങ്ങനെ ഞാൻ കുടിക്ക് പോകാമെന്ന് വിചാരിച്ചു പറഞ്ഞില്ല. പിന്നെ ഇപ്പം 100 ഉറുപ്പ്യ എടുത്ത് വസൂലെടുത്ത് കണ്ട് പോകണേ മുതലാണ്ടേ. അങ്ങനെ ഞാൻ ഇനിയിപ്പോൾ പോകണില്ല എന്നൊക്കെ പറഞ്ഞു നിന്നപ്പോൾ മക്കൾ നൊലോളി തുടങ്ങിയിട്ട് എങ്ങോട്ടേലും പോകാൻ. അതിലുണ്ട് കുഞ്ഞാമ്മ വിളിച്ച് കണ്ടായിരുന്നു ഇജ്ജ് ഇങ്ങോട്ട് പോരടി, ഏതായാലും ഇജ്ജ് പോരാൻ ഒരുങ്ങിയില്ലേ, അപ്പം ഇന്ന് അങ്ങോട്ട് പോന്നളാ കാരണം. അപ്പം ഞാൻ പറഞ്ഞു കുട്ടികളാണെങ്കിൽ നൊലോളിച്ചണം ഉണ്ട് കാരണം. ഞാൻ പറഞ്ഞു അതിന് ഇജ്ജ് ഇങ്ങോട്ട് പോരുന്ന കുട്ടികളെയും കൊണ്ട് കാരണം. അപ്പോൾ ഏതായാലും ഞാൻ എന്താട്ടി എന്നാലേ അങ്ങോട്ട് പോകാൻ വിചാരിച്ച് കണ്ട് വേഗം ചായയുടെയൊക്കെ കഴിഞ്ഞ് വേഗം അടിച്ചലും തുടക്കലും പാത്രം മോറലും തിരുമ്പലും എന്താ ജാഗ്രതയായ പണി, ജോറായ പണി. എത്ര എളുപ്പമാണെന്നറിയാം പണി കഴിഞ്ഞത്. 9 മണിയായപ്പോൾ നമ്മളെ കൂളിയും കൂടിയും കഴിഞ്ഞിരിക്കണേ. അത്ര സ്പീഡിലേനി നമ്മൾ ഇന്നലെ പണിയെടുത്തത് കേട്ടോ. അതിലേതായാലും നമ്മളെന്താട്ടി വേഗം ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വേഗം പോകാൻ ഒരുങ്ങാലോ നേതി. ഇതൊക്കെ നമ്മളിങ്ങനെ ഈ ബെഡ്ഷീറ്റൊക്കെ മടക്കി വെച്ചപ്പോഴൊക്കെ മനസ്സിൽ ഇടങ്ങേറ് തന്നെയാണ്, പോകാൻ പറ്റാത്തതിലെ സങ്കടം. പിന്നെ ഇപ്പോൾ എവിടേക്കെങ്കിലും പോകാൻ ഒരുങ്ങി കഴിഞ്ഞാൽ പിന്നെ പോണില്ല എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു പൊറുതേടാണ്. അപ്പോഴാണ് പിന്നെ ഓള് വിളിച്ചത് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞേക്കാണ്ട്. അതിൽ പിന്നെ ഏതായാലും പിന്നെ നമ്മൾ വേഗം ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് അടിച്ചലും തുടക്കലൊക്കെ കഴിഞ്ഞ് വേഗം കൂളിയൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ വേഗം മാറ്റിച്ച്. പിന്നെ മക്കൾക്കും തന്നെ നല്ല സന്തോഷമായിട്ട് പോകുകയെന്ന് പറഞ്ഞപ്പം പിന്നെ ഇപ്പം ഇനി സ്കൂൾ തുറന്നപ്പോൾ എലിയും പോക്കും ഉണ്ടാവില്ല. അതാണിപ്പോൾ ഒന്നാമത്തത്. ഇനിയിപ്പോൾ എന്നും സ്കൂളുണ്ടാവുമല്ലോ, ശനിയും ഞായറും ഒഴിവുണ്ടാവും, അപ്പോൾ ചിലപ്പോൾ മദ്രസും ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവൂലേ. അപ്പോൾ പിന്നെ എലിയും പോക്കൊന്നും നടക്കില്ല. മദ്രസ ഇല്ലാത്തന്ന് സ്കൂളുണ്ടാവും, സ്കൂളില്ലാത്തന്ന് മദ്രസ ഉണ്ടാവും, അപ്പം ഇനി ഒരു ഒഴിവും ഉണ്ടാവില്ലല്ലോ. അപ്പം ഇങ്ങനെ മക്കൾക്കും തന്നെ ഒരിത്. അങ്ങനെ ഏതായാലും നമ്മളെ പണിയൊക്കെ കഴിഞ്ഞ് 9 മണിയായപ്പോൾ നമ്മളെ കൂളിയും കഴിഞ്ഞ് ഏതായാലും നമ്മൾ മാറ്റി. കുഞ്ഞാമാൻ്റെ അടുക്ക് തന്നെയാണ് പിടിച്ചു നമ്മൾ റൂട്ട്. ഇനിയിപ്പം അമ്മോൻ്റെ വീട്ടിൻ്റെ അടുക്ക് പിന്നെ ഒരു ദിവസം പോകാമെന്ന് കരുതിയിട്ട് നമ്മളേതായാലും മാറ്റി ഒരുങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ മാറ്റി ഒരുങ്ങി ബസ്സിന് പോകണം. 10 മണിൻ്റെ ബസ്സിനാണ് നമ്മൾ പോകണത് കേട്ടോ. അപ്പോൾ വാതിലൊക്കെ പൂട്ടി നമ്മൾ പുതിയാപ്പിള കാക്കാനോടൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഏതായാലും ഇറങ്ങി. മിന്നൂട്ടി അയലോക്കത്തൊക്കെ ഒന്ന് പോയി പറയാൻ പോയതാണ് കേട്ടോ നമ്മൾ പോവുകയാണ് എന്നുള്ളത്. ഇനിയിപ്പോൾ നമ്മളെ പേരിൽ ആരെങ്കിലും വന്ന് ചോദിച്ചാണെങ്കിൽ പറയാമല്ലോ എന്നെ ബൈക്ക് പോയതാണ് എന്നുള്ളത്. അയലോക്കക്കാരോട് പറയാതെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ തെരച്ചിൽ തുടങ്ങും പൊടുക്കാൻ പോയത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഏതായാലും എല്ലാ അയലോക്കക്കാരോടൊക്കെ പറഞ്ഞ് പോന്ന് നമ്മൾ ബസ്സിലൊക്കെ കയറി നിലമ്പൂരെത്തി. നിലമ്പൂരാണ്ട് എത്തിക്കഴിഞ്ഞാൽ വല്ലാത്ത ഒരു ദാഹമാണ് മക്കൾക്ക്. ഏതായാലും ഒരു കുപ്പി ഫ്രൂട്ടിൻ്റെ ഇതൊക്കെ വാങ്ങിക്കൊടുത്ത്, ഫ്രൂട്ടിയല്ല മറ്റേ സെവനപ്പിൻ്റെ ഇതൊക്കെ വാങ്ങിക്കൊടുത്ത് നമ്മളേതായാലും ഓളോർക്കില്ല ബസ്സിലൊക്കെ കയറി ഇറങ്ങി ഓളെ പെരിയിൽ എത്തിക്കണം കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ ഓളെ പെരിയിലെത്തി. അങ്ങനെ നമ്മൾ ബസ്സൊക്കെ ഇറങ്ങി ഇതാക്കണം ഓളെ പെരിയിലെത്തിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം അടിച്ചിട്ടൊന്നും യാതൊരു അനക്കമല്ല. ഏതായാലും നമ്മൾ സെലാനൊക്കെ പറഞ്ഞ് അവത്തേക്ക് കയറി കേട്ടോ. അപ്പോൾ ഹലോ ഇവിടെ ആരും ഇല്ലേ എന്നൊക്കെ ചോദിച്ച് നമ്മൾ സെലാനൊക്കെ പറഞ്ഞിട്ട് ഒരു ജബൂബും കബൂലും ഇല്ല തന്നെയാളെ. അപ്പോൾ ഏതായാലും നമ്മളിങ്ങനെ നോക്കി. ഏതായാലും ഞാൻ എന്താട്ടി ഒരു വിവരമില്ലായിട്ട് ഞാൻ ഓളെ പെരയും കൂടിയൊക്കെ ഒന്ന് ഇങ്ങനെ വീഡിയോ എടുത്തിട്ടോ. അപ്പോൾ ഇങ്ങനെ ചെന്ന് നോക്കുമ്പോൾ 37 കുളിച്ചാലോ ഒരുക്കത്തിലാണ്. ഓൾ കക്കൂസും കുളിമുറിയൊക്കെ ഒന്ന് മോറ് ആ ഒരക്കണീൻ്റെ ഒച്ചിരി നമ്മൾ പൊളിച്ചിട്ടൊന്നും 37 കേട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വരുമ്പോൾ കുളിയൊക്കെ കഴിഞ്ഞുകാണ്ട് വർത്താനം പറഞ്ഞ് കുത്തിർക്കും ചേച്ചാലോ. പിന്നെ ഇപ്പോൾ വന്നാൽ പിന്നെ വർത്താനം പറഞ്ഞാൽ പിന്നെ കുളിച്ചാൽ നേരം പോകും ചേച്ചും കരുതിക്കാണ്ട് 37 കുളിച്ചാൻ കയറിയതാണ്.
അതാണ് ഒച്ചേക്കാൻ. ഏതായാലും പിന്നെ ഞാൻ എത്തിയെന്ന് പറഞ്ഞപ്പോൾ അജ് ഇത്ര എളുപ്പമുണ്ട് എത്തിയോ, ഞാൻ ഏതായാലും വെള്ളം പറന്ന് വരട്ടിടിയാൻ. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഇജ്ജ് വെള്ളം പറന്ന് വാവ്, ഇനി വർത്താനത്ത് നിന്നാൽ നേരം പോകും കുളിച്ചാനേന്നും പറഞ്ഞു. ആയിക്കോട്ടെ എന്നും പറഞ്ഞ് മൂപ്പത്തേര് കുളിച്ചാൻ പോയ അടിയിൽ ഞാൻ എന്താട്ടി ഞാൻ പേരും കൂടിയൊക്കെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിക്കാണ്ട് അങ്ങനെ വീഡിയോ എടുത്താണ് കേട്ടോ. അങ്ങനെ ഏതായാലും ഇതാണ് ഓളെ പേര. 2 റൂമും ഹാളും സിറ്റ് ഔട്ടും പിന്നെ ഒരു വർക്ക് ഏരിയ കാറ്റ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ അടുക്കള അങ്ങോട്ട് ഇറക്കി എടുത്തേക്കാണ്. അപ്പോൾ അതാക്കണ് ഓള് കുളിച്ചാനൊക്കെ കയറിയിരിക്കണേ. പിന്നെ ഓള് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ചായയൊക്കെ കാച്ചി തന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചായയും പിന്നെ അല്ല നുറുക്കൊക്കെ ഉണ്ടേനി അതൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞു എത്താപ്പളെ അടുപ്പും വീതനൊക്കെ തുടച്ചിട്ടിങ്ങനെ ചോറൊന്നും വെക്കണില്ല അപ്പം നെഞ്ചിയാൻ. ചോറാണോ എന്നൊക്കെ പറഞ്ഞ് ഏതായാലും പുറത്ത് ചോറ്റിന് വെള്ളമൊക്കെ വെച്ചിന് കേട്ടോ. അപ്പോൾ നമുക്ക് മന്തി ഉണ്ടാക്കാറുണ്ട് കണ്ട് മന്തിക്ക് ഇതിൻ്റെ ചെമ്പട്ടിയൊക്കെ വെച്ചിനി. എന്നിട്ട് വല്ലുള്ളി അരിഞ്ഞതും പിന്നെ എന്താ അതിക്ക് മാഗി കട്ട് ഇട്ട് കൊടുത്തിക്കണ്. പിന്നെ എത്തൊക്കെയാണ് ആവം അവിടുന്ന് ഇവിടുന്നൊക്കെ ഇങ്ങനെ നുള്ളി പൊറുക്കി കണ്ട് ഓരോന്ന് ഇടുന്നുണ്ട്. ഞാനിങ്ങനെ ഇളക്കി കൊടുത്തു എന്നല്ലാതെ ഓളിങ്ങനെ കൊണ്ടുവന്ന് ഇടുക എന്നല്ലാതെ ഇച്ചെത്തും മനസ്സിലായില്ല കേട്ടോ എത്താപ്പോൾ ഇട്ടെന്നുള്ളത്. ഞാനറ്റെ ചോദിച്ചാനും മറന്ന് എത്താപ്പോൾ ഇട്ടത് എന്നുള്ളത്. അവിടുന്ന് ഇവിടുന്നൊക്കെ ഇങ്ങനെ താഴത്തു നിന്നെടുത്ത് മേലെ നിന്നെടുത്ത് പൊടിച്ച് കാണ്ടിടുന്നുണ്ട്. എത്തൊക്കെയാണ് ആ വിട്ടച്ച് പറയാൻ കൂടി ആടില്ല. ഏതായാലും മന്തി സൂപ്പറായിന് കേട്ടോ. കുറേ നല്ലീരകം കുത്തി ഇടുന്നുണ്ട്. പിന്നെ അവിടെ എവിടെയോ ഒന്ന് പൊടിച്ചുണ്ട് ഇനി അതിട്ട് പിന്നെ മന്തി മസാല ഇട്ട് ഗരം മസാലയൊക്കെ തോന്നിട്ടാണ് ഇട്ടത്. പിന്നെ കുറേ പച്ചമുളക് വാരിയിട്ടിക്കണ് അങ്ങനെയൊക്കെ ഇട്ടിക്കണ്. ഏതായാലും ഉണ്ണികളെ മന്തി ഉണ്ടല്ലോ നമ്മളെ പീടിയിൽ നിന്ന് കിട്ടണ മന്തി തന്നെ നല്ല രസമുണ്ടേനി. പിന്നെ ഇപ്പം അതാക്കണ ഈ കുത്തിയിട്ടില്ലേ നമ്മളെ കുത്തുവരലിൽ ഇട്ടുകാണ്ട് കുത്തിക്കാണ്ട് ഇട്ടതാണ്. അത് ഇപ്പം എത്താ വെച്ചപ്പോൾ പറഞ്ഞ് കുരുമുളകാണ്. അങ്ങനെ ഓരോന്നുണ്ട് അങ്ങനെ കുത്തിയിരുന്നു. ഏതായാലും മസാലയൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ ചോറ്റിന് വെള്ളം പുറത്താ തീമട്ടീനിയത്. അപ്പോൾ അത് ഇതാക്കണേ തിളച്ച് വന്നപ്പോൾ അരിയൊക്കെ ഓള് കേകി ഇട്ടിനി വെള്ളത്തിലിട്ട് വെച്ചിനി കേട്ടോ. അപ്പോൾ അതിന് നമ്മളമ്മ ഫോൺ വിളിച്ചിക്കണേ. അപ്പോൾ ഫോൺ ഓള് വിളിച്ചണമുണ്ട്, ഇമ്മക്ക് ഫോൺ വിളിച്ചണമുണ്ട്, അരി ഇടണമുണ്ട് കേട്ടോ. അപ്പോൾ പണി ഫോൺ വിളിച്ചാലും നടക്കും അരി ഇടലും നടക്കും എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതാണ് ഓളെ കജ്ജിൽ ഫോൺ കേട്ടോ. അങ്ങനെ ഏതായാലും ചോറ്റിനൊക്കെ അരി ഇട്ട് കൊടുത്തുക്കാണ്ട് വിറകൊക്കെ വെച്ച് കൊടുത്തുക്കണം ഒന്നും കൂടിയൊക്കെ. ഇനി അതൊക്കെ കടന്ന് തിളക്കട്ടെ. പിന്നെ അതാക്കണ് ഓള് കുറച്ച് ഇല അങ്ങനെ കൊടുന്നിരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ വെച്ചപ്പോൾ പറഞ്ഞ് നാരങ്ങൻ്റെ ഇലയാണ്. അപ്പോൾ അതും ഇട്ട് കൊടുത്തിക്കണേ. അപ്പോത്തിന് ഞാൻ എന്താട്ടി വല്ലുള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ ഇട്ടുകാണ്ട് തക്കാളി വെള്ളം ഉണ്ടാക്കി. പിന്നെ അപ്പോത്തിനോള് ചോറ് ഊറ്റാൻ പോയിന്. ഊറ്റി വന്ന് അതിൻ്റെ മുകളിൽ മസാലൻ്റെ മേലെ ചോറിട്ട് പിന്നെ കുറച്ച് ഇറച്ചിയോള് മാറ്റി വെച്ചിന് കേട്ടോ. അത് ആ ചോറിൻ്റെ മേലിട്ട് കാണ്ട് പിന്നെ ചോറും ഇട്ട് അങ്ങനെയാണ് ദമ്മ് ഇട്ടിട്ടോ. എന്നിട്ട് പിന്നെ കുറച്ച് ചോന്ത കളറും മഞ്ഞ കളറും പാർന്നിട്ട് അത് ദമ്മിടാമെന്നും പറഞ്ഞ് കുറച്ച് ഓയിലും പാർന്നിട്ടോ. അങ്ങനെ ഏതായാലും അങ്ങനെ ചോറ് സെറ്റായി. അപ്പോൾ ഞാൻ എന്താട്ടി അഴിമ വീതന്മേലൊക്കെ ഉണ്ടായിന് ഉള്ളിൻ്റെയും തക്കാളി പച്ചമുളകൊക്കെ അരിഞ്ഞിരതൊക്കെ ഉണ്ടായിന്. അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടു കേട്ടോ. അടുപ്പും വീതനയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടായിരിക്കണം ഞാനതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട്. അപ്പോത്തിന് കുറച്ച് പാത്രങ്ങളൊക്കെ മോറാണ്ടേനി അതൊക്കെ മോറും വേണം. ഓളപ്പോത്തിന് എന്താട്ടിക്കണ് കുറച്ച് കണലൊക്കെ കൊടുന്നേക്കാണ്ട് ചോറ്റിന് മേലെ ഇട്ട് പുകയിടണമല്ലോ. അപ്പോൾ അത് എഴുതിക്കാണ്ട് ഓൾ അങ്ങനത്തെ ഓരോ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പാത്രമൊക്കെ മോറാണ്ടല്ലോ അതൊക്കെ മോറും ജഡ്ജ എഴുതിക്കാണ്ട് ഞാൻ പാത്രം മോറാനും വേണ്ടി നിന്ന്. അപ്പോൾ അതാക്കണ് പുക ഇട്ടിട്ട് പുക മുഴുവനോനും ചെമ്പട്ടീൻ്റെ പുറത്താണ് പോണത്. കുത്തറിലൊക്കെ അതിൻ്റെ മുകളിൽ വെച്ചിക്കണം എന്നാലും പോകണുണ്ട്. ഇവിടെ ഇതിനോൾ അമർത്തി പൊടിച്ചാണ്. ഏതായാലും ഇല്ല ചോയും പുളിയൊക്കെ മതി ഇറങ്ങാണ്ട് അങ്ങനെ ആവിയൊക്കെ പുറത്ത് പോയതും കുറച്ചൊക്കെ ഔത്തും നിന്നുകാണ്ട് ഏതായാലും മന്തി സൂപ്പറായിന് കേട്ടോ. എന്നിട്ട് പിന്നെ ചോറ് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മുന്നായിട്ട് നമുക്ക് എന്താട്ടണം നമ്മൾ ഇതൊന്ന് ഇളക്കിയിടണം നമ്മളെ മന്തി. എന്നെങ്കിൽ ആ മസാലയൊക്കെ മറ്റേ ഈ ചോറ്റുമ്മലൊക്കെ ഒന്ന് പൊടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ രസം ഉണ്ടാവുള്ളൂ കേട്ടോ നമ്മളെ മന്തി. നമ്മൾ മന്തി കൊണ്ട് ഇളക്കിക്കാണ്ട് അപ്പം തന്നെ വിളമ്പാൻ പാടില്ല. ഇങ്ങനെ ഇളക്കിയിട്ടാണ്ട് ഒന്ന് യോജിപ്പിച്ച് വെക്കണം. അപ്പോഴേ രസം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ കണ്ടില്ലേ മന്തി നല്ല അടിപൊളിയായിട്ട് ഒരു ചോറ് മറ്റേ ചോറ്റുമ്മ പൊടിച്ചാത്ത നിലക്ക് ഉണ്ടായിക്കണം കേട്ടോ. നല്ല അടിപൊളി മന്തി ഉണ്ടായിന്. എന്നിട്ട് പിന്നെ അതൊന്ന് മൂടി വെച്ചേക്കണം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് തിന്നാൻ ചെയ്തിക്കാണ്ട് പിന്നെ ഇതാക്കണം കുറച്ച് നമ്മളെ വെള്ള സോസും ഉണ്ടാക്കിക്കണം കേട്ടോ. മന്തി ആയി കഴിഞ്ഞാൽ പിന്നെ സോസ് നിർബന്ധമാണ് മക്കൾക്കായാലും വലിയവർക്കായാലും ഒക്കെ. പിന്നെ ഇതാക്കണേ ചോറ് അങ്ങനെ ദമ്മിട്ടതൊക്കെ ഇളക്കി വെച്ചിക്കണേ. പിന്നെ നമുക്ക് ഇനി ഓരോരുത്തർക്കൊക്കെ ഒന്ന് സ്കെച്ച് വരി അപ്പോഴത്തേന് നമുക്ക് ചോറും വെച്ചാൽ അങ്ങനെ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നുകാണ്ട്
പപ്പടം പൊരിച്ചാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിന് കുഞ്ഞാമ്മ പാത്രമൊക്കെ മോറുന്നുണ്ട്, ചോറ് വെച്ചാൽ വിളമ്പാനില്ല പാത്രങ്ങളൊക്കെ മോറുന്നുണ്ട്. പപ്പടമൊക്കെ ഏതായാലും നല്ല അടിപൊളിയായിട്ട് പൊള്ളച്ച് നിൽക്കണേ. ഫസ്റ്റത്തത് എന്തിയാവും എണ്ണ ചൂടാകായിട്ട് അതുകൊണ്ട് കേട്ടോ പൊള്ളക്കാഞ്ഞത്. അങ്ങനെ പപ്പടമൊക്കെ പൊരിച്ച് കഴിഞ്ഞ് നമ്മൾ അടുപ്പും വീതനയൊക്കെ റെഡിയാക്കി സൂപ്പറാക്കി വെച്ചിക്കണം. പപ്പടമൊക്കെ പൊരിച്ചും ചെയ്തു. പിന്നെ അതാക്കണം നമ്മൾ ചോറ് വെച്ചാൽ വേണ്ടി ടേബിളുമ്മ പാത്രമൊക്കെ വെച്ചിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ടേബിളുമ്മ കുത്തിർന്ന് വെച്ചാണ്. അപ്പം ഞാൻ വരുന്നുണ്ട് പറഞ്ഞപ്പം മറ്റേ രണ്ടാമത്തെ കുഞ്ഞാമിയും വന്നിക്കണം കേട്ടോ. രണ്ടാമത്തെ അല്ല മൂന്നാമത്തെ കുഞ്ഞാമയാണത്. മൂന്ന് കുഞ്ഞാമാരാണ്. അപ്പോൾ ഇത് വലിയ കുഞ്ഞാമയാണ് കേട്ടോ. അപ്പോൾ ഞാനുണ്ട് പറഞ്ഞപ്പോൾ അങ്ങനെ കുഞ്ഞാമിയും വന്നു. അങ്ങനെ നമ്മൾ എല്ലാവരും പാടെ ചോറ് തിന്നാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും പാടെ ഒപ്പം നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ഉണ്ടാകുമ്പോണ്ടല്ലോ ഞങ്ങൾക്ക് വേറൊരു കുഞ്ഞാമുണ്ട്, ഓൾ മരിച്ച്. അത് ഇങ്ങോട്ട് ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു പൂർത്തിയേടാണ് കേട്ടോ. കാരണം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടിയോ കല്യാണമോ തക്കാരോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഏറെ പൂർത്തിയേട് ഉണ്ടാകുക കേട്ടോ. മനസ്സിക്ക് സങ്കടമാണ്. എല്ലാവരും പാടെ ഇങ്ങോട്ട് കൂടുമ്പോൾ അതിങ്ങോട്ട് ആലോചിക്കുമ്പോൾ തന്നെ എന്താ അറിയില്ല, വല്ലാത്തൊരു സങ്കടമാണ്. പിന്നെ ഒന്നും പറയാൻ കിട്ടൂല. പിന്നെ ചങ്കും കൊല്ലിയൊക്കെ വണ്ണം പൊക്കും അതിങ്ങോട്ട് ആലോചിക്കുമ്പോഴത്തിന്. ഏതായാലും പഠിച്ച തമ്പുരാൻ സ്വർഗം കൊടുക്കട്ടെ. അങ്ങനെ ഏതായാലും നമ്മളെല്ലാവരും ചോറ് വെച്ചാണ് കേട്ടോ. അങ്ങനെ നല്ല സോസും തക്കാളി വെള്ളവും ഒക്കെ കൂട്ടി പപ്പടമൊക്കെ കൂട്ടി നമ്മൾ അടിപൊളിയായിട്ടുള്ള മന്തിയൊക്കെ വെച്ചു റാഹത്തായി. നമ്മൾ പിന്നെ അങ്ങനെ ഈ പാത്രമൊക്കെ ഒന്ന് മോറാണ്ട് അപ്പോൾ വെച്ച പാത്രമൊക്കെ നമ്മൾ കൊണ്ടേക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മക്കൾക്കും തന്നെ നല്ല തീർപ്പതി ആയിക്കണം കേട്ടോ. ഇങ്ങനെ കളിച്ചാനും തന്നെ ഓല കിട്ടിയപ്പോൾ അപ്പം ഇനി പോണില്ലായിരുന്നപ്പോൾ നൊലോളിച്ചീന് ഏതായാലും കാര്യം കിട്ടി. പിന്നെ അവർക്ക് ഭയങ്കര സന്തോഷമായി. മക്കളെ സന്തോഷമല്ലേ നമ്മളെ സന്തോഷവും. അങ്ങനെ ഏതായാലും കുഞ്ഞാമ്മ പാത്രം മോറാനും നിന്ന് ഞാൻ എന്താട്ടി ടേബിളൊക്കെ ഒന്ന് തുടച്ചിട്ടെന്ന് കരുതി ഞാൻ ടേബിൾ എടുക്കാനും വേണ്ടി പോയി. അങ്ങനെ ഓള് പാത്രം മോറാന്നും പറഞ്ഞിട്ടോ. അപ്പോൾ അതാക്കണ നമ്മൾ ടേബിളൊക്കെ ഇതാക്കി കഴിഞ്ഞ് ഓരോരുത്തരും ഓരോ പണിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങനെ വർത്താനം പറഞ്ഞു കുത്തിർക്കാലോ എന്നും പറഞ്ഞ് കണ്ടാണ്. അങ്ങനെ ഓൾ ഇതാക്കണ പാത്രം മോറിന് കേട്ടോ. അങ്ങനെ പാത്രം മോറലൊക്കെ കഴിഞ്ഞ് ഇന്നപ്പോൾ ഓള് പറഞ്ഞേ എടീ ഇച്ചൊരു പൂച്ച കുട്ടികളുണ്ടാടോ അതിറ്റം കുറച്ച് ചോറിട്ട് കൊടുത്തായിരുന്നു. അപ്പം ഞാൻ നോക്കുമ്പം ഒരു തള്ളി 3 കുട്ടികളും ഉണ്ട്. അപ്പോൾ അതിറ്റങ്ങൾക്ക് പേരൊന്നുമില്ല. അതിൽ ഞാൻ ഓളെ കുട്ടിനോട് പറഞ്ഞേ ഒന്നിൻ്റെ പേര് തങ്കും, ഒന്നിൻ്റെ പേര് മീട്ടും, ഒന്നിൻ്റെ പേര് കുഞ്ഞാണിയും ഒക്കെ പറഞ്ഞു കൊടുത്താണ് കേട്ടോ. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെയൊക്കെ വിളിച്ചോളണ്ടിട്ടോ ഇജ്ജ് പൂച്ചക്ക് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പൂച്ചക്ക് ചോറൊക്കെ കൊടുത്ത് പിന്നെ ഒരു നെബാട്ടിൻ്റെ ഒരു പേക്കൊക്കെ കൊടുന്നീനി അതൊക്കെ തിന്ന് പിന്നെ ഒരു 4:30 മണിയായപ്പോൾ ചായയും അതേമാതിരി പഴംപൊരി ഉണ്ടാക്കിനി കേട്ടോ. പഴംപൊരിക്ക് ഇയാളെ മൈദയൊന്നുമില്ല, റവയും ഗോതമ്പ് പൊടി ഇട്ട് കണ്ടാണ്ട് കുഴച്ച് വെച്ചാണ്. നല്ല രസമുണ്ടായിനി കേട്ടോ നമ്മളെ പഴംപൊരി. അങ്ങനെ അതൊക്കെ കുടിച്ച് ചായയൊക്കെ കുടിച്ച് നമ്മൾ പോന്നു കേട്ടോ. അപ്പോൾ നല്ല സന്തോഷമായിന് കേട്ടോ ഇന്നലത്തെ ഒരു ദിവസം. അപ്പോൾ അങ്ങനെ മഴയും വെജനുണ്ട്. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനും കുഞ്ഞാമിയും ഒപ്പമാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും. താങ്ക് യു.